നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു അയല മുളകിട്ടത് ചെയ്ത് നോക്കിയാലോ? വരൂ നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അയലക്കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 അയില ആണ് എടുത്തേക്കുന്നത്. അത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു വലിയ ടീസ്പൂൺ അളവില് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മുടെ മീനിലോട്ട് നല്ലതുപോലെ ഒന്ന് പെരട്ടി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് വേണം, കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ചധികം ചുമന്നുള്ളി, ഇത്രയും ആവശ്യമായിട്ടുള്ളതുണ്ട്. കുറച്ച് കരിവേപ്പില വേണം. കരിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് എക്സ്ട്രാ വേണ്ടത് കുറച്ച് ഉലുവ പൊടിച്ചതാണ്. ഇനി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഉണങ്ങിയ മാങ്ങയുടെ തൊലിയാണ്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടപ്പുളി യൂസ് ചെയ്താലും നന്നായിരിക്കും. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില എല്ലാം ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് തന്നെയാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. ഇതൊക്കെ നല്ലതുപോലെ തന്നെ വഴന്നു വരണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതുപോലെ മീനില് എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മുളകൊക്കെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണങ്ങിയ മാങ്ങാത്തൊലി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കറിക്ക് പുളി വേണ്ടേ, അതിനാവശ്യമായിട്ടുള്ള മാങ്ങാത്തൊലി ഇട്ട് കൊടുക്കാം. ഒരു കറി നമ്മുടെ ഗ്രേവി നല്ലതുപോലെ തിളച്ചു. നമുക്കിനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം നല്ലതുപോലെ തിളച്ചൊന്ന് സെറ്റ് ആവുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് കുക്കായിട്ട് വരട്ടെ. എന്നിട്ട് കാണാം. നമ്മുടെ മീൻ ചേർത്തതിന് ശേഷം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പുണ്ടോന്ന് നോക്കണ്ടേ. ഇതിൽ ഇച്ചിരി ഉപ്പിന്റെ കുറവുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. ഓരോരുത്തരും ചേർത്ത് ഉപ്പിന്റെ അളവൊക്കെ വ്യത്യാസമായിരിക്കും. ഇനി വീണ്ടും ഇതൊന്ന് തിളച്ച് ആ ഗ്രേവിക്ക് ഒന്ന് വറ്റി സെറ്റ് ആവട്ടെ. നമ്മുടെ മീനൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഗ്രേവിയൊക്കെ അത്യാവശ്യത്തിന് വറ്റി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള അയല മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.